സോ വാട്സ്ആപ്പ് ഗായ്സ്. സോ ദൃശ്യം ത്രീ ദൃശ്യം ത്രീ ഇപ്പൊ കണ്ടിട്ട് വന്നിട്ടുള്ളൂ. സോ അതിനു മുമ്പ് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. സോ ദൃശ്യം ത്രീ ഡയറക്ടഡ് ബൈ ജിത്തു ജോസഫ്. ദൃശ്യം ഫസ്റ്റ് അതൊരു കിടിലം സിനിമയായിരുന്നു. മലയാള സിനിമ കണ്ടതിൽ തന്നെ ഏറ്റവും ഒരു മികച്ചൊരു സിനിമയായിരുന്നു ദൃശ്യം ഫസ്റ്റ്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഇറങ്ങി OTT-ലാണ് റിലീസായത്. സോ ക്ലൈമാക്സ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലൈമാക്സ് ആയിരുന്നു. ഞാൻ ദൃശ്യം 3 അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ എന്റെ മനസ്സിൽ കരുതിയത് എന്തിന് വേണ്ടിയിട്ടായിരുന്നു ദൃശ്യം തേർഡ് പാർട്ട് ഇറക്കുന്നത്? ഓൾറെഡി അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആയിരുന്നു അവിടെ. പിന്നെ എന്തിന് വേണ്ടിയിട്ട് വീണ്ടും ഡ്രാഗ് ചെയ്ത് തേർഡ് പാർട്ട് ഇറക്കുന്നതെന്നൊരു ഒരു ഒരു മൈൻഡിൽ എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു. അത് ഞാൻ ഇന്ന് സിനിമ കണ്ടപ്പോൾ എനിക്കത് മാറിക്കിട്ടി എന്ന് ഞാൻ പറയത്തില്ല. സെയിം അവസ്ഥ തന്നെയാണ്. പടം എനിക്കൊരു ഓക്കെ സാധനമായിട്ടാണ് തോന്നിയത്. വലിയ സംഭവങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. ഈവൻ ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ട് ഇതിന്റകത്ത് ഒരു നോർമൽ ഫാമിലി പടം, നോർമൽ സിനിമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈ? വൈ? എന്തിനിറക്കണം? അതിന്റെ ആവശ്യം എന്തായിരുന്നു? ദൃശ്യം 3 ഓൾറെഡി അതൊരു കൾട്ട് ക്രിമിനൽ ക്ലാസിക് സിനിമയാണ്. അത് ആ ഒരു പ്ലോട്ടിൽ പോയിക്കൊണ്ടിരുന്ന സിനിമ ഓൾറെഡി അത് ക്ലോസ് ആയി അവിടെ സെക്കൻഡ് പാർട്ടിൽ തന്നെ. പിന്നെ അതിനെ വലിച്ചഴിച്ച് ഡ്രാഗ് ചെയ്ത് വെറുതെ ഓരോ ക്യാരക്ടേഴ്സ് കൊണ്ടുവന്ന് അതും ഫ്രം ദി ബിഗിനിങ് തൊട്ട് നമുക്ക് മനസ്സിലാവും ഇതെന്താ നടക്കാൻ പോകുന്നത്. ഈവൻ ഇന്റർവെൽ ആയാൽ പോലും, ഈവൻ ക്ലൈമാക്സിലായാൽ പോലും നമുക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇത് എങ്ങോട്ടാ പോകുന്നത്? എന്താ ചെയ്യുന്നത്? എന്തൊക്കെ നടക്കാൻ പോകുന്നത്? എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സീരിയസ്ലി സങ്കടമുണ്ട്. ലൈക്ക് എന്താ പറയാ, ഒരു നല്ലൊരു സീരീസിനെ വെറുതെ തേർഡ് പാർട്ടിലേക്ക് വലിച്ചിഴച്ച് വെറുതെ മോശമാക്കി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഈവൻ അത് വേറെ സെക്കൻഡ്, ഫോർത്ത് പാർട്ട് ലോഡിംഗ് എന്നൊക്കെ ഉണ്ട്. അതിന്റെ ആവശ്യം എന്തിനാന്ന് എനിക്ക് അറിയത്തില്ല. സീരിയസ്ലി പറയത്തില്ല. ചിലപ്പോ എല്ലാവർക്കും ഇതായിരിക്കത്തില്ല ഗൈസ് അഭിപ്രായം. ചിലർക്ക് വർക്കാവും ഈ സിനിമ. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇറ്റ്സ് എ ഓക്കെ പടം. അത്രേ ഉള്ളൂ. നിങ്ങള് പോയി കണ്ട് പിന്നെ ലാലേട്ടന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലാലേട്ടന്റെ പെർഫോമൻസ് മാത്രമാണ് ഇതിന്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. അല്ലാതെ ബാക്കി ഇവൻ ഇവൻ ലാലേട്ടൻ പെർഫോമൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് വലിയ സ്പോയിലേഴ്സും കാര്യേഴ്സും ഒന്നും ഇല്ല. സ്പോയിലറൊന്നും അങ്ങനെ സ്പോയിലർ ആയിട്ട് ഇടാനായിട്ടുള്ള ഒന്നും അതിന്റെ അകത്തില്ല. ഇട്ടാ പോലും മനസ്സിലാവത്തില്ല. അത്രയ്ക്കുള്ള വലിയ സംഭവങ്ങളൊന്നും ഇതിന്റെ അകത്തില്ല. എന്നിരുന്നാൽ പോലും നിങ്ങളത് ഇടാതിരിക്കാൻ ശ്രമിക്കുക. വെറുതെ അവരുടെ കഷ്ടപ്പാട് നിങ്ങളൊരു ജസ്റ്റ് ക്ലിക്കിൽ അത് വീഡിയോ ക്യാപ്ചർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇടുമ്പോഴത്തേക്ക് അവരിടുന്ന എഫേർട്ട് വാല്യൂ ഇല്ലാതായി പോകുന്നതാണ്. നിങ്ങളത് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പടം കണ്ടിട്ട് മര്യാദയ്ക്ക് ഇങ്ങ് പോരാ. വെറുതെ നിങ്ങളെന്തിനാ ക്യാപ്ചർ ചെയ്ത് സിനിമയിലെ ഓരോ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെറുതെ ആഹ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത്. നിങ്ങള് സിനിമ പോയി കാണുക, എൻജോയ് ചെയ്തിട്ട് വരിക. ബാക്കിയുള്ളവരും ടിക്കറ്റ് എടുത്താ പോകുന്നത് നിങ്ങളെപ്പോലെ. സോ ഇത്രയൊക്കെ ഉള്ളൂ ദൃശ്യം 3നെ പറ്റി പറയാൻ. ഇറ്റ്സ് ഫോർ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് വെരി നോർമൽ ഓക്കെ പടം. അതല്ലാതെ ഒരു വലിയ സംഭവങ്ങളോ, വലിയ പൊട്ടിത്തെറികളോ, വലിയ ഒന്നുമില്ല. ഇറ്റ്സ് എ നോർമൽ പടം. ജിത്തു ജോസഫ് പറഞ്ഞ ഇതിന്റകത്ത് ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. നോർമലായിട്ട് വന്നിരുന്ന് കണ്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. പക്ഷേ പല കാര്യങ്ങളും അതിന്റകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കരമായിട്ട് പ്രേക്ഷകരെ അങ്ങ് വാവ് ഫീലിംഗ് അടിപ്പിക്കാൻ വേണ്ടി പലതും അതിന്റകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എഫക്ട് ചെയ്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോയി കാണാ. നിങ്ങൾ പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. പോയി കാണുക ഗൈസ്. സോ സബ്സ്ക്രൈബ് ചെയ്യുക. പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാ. ബൈ.